മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ ഇന്ന് സമരത്തിലാണ്. അവരുടെ പുനരധിവാസം ഒരു തരത്തിലും മുന്നോട്ട് പോയിട്ടില്ല എന്നവർ പറയുന്നു. ഒപ്പം പുറത്തിറങ്ങുന്ന പട്ടികയിലുള്ള അവരുടെ അതൃപ്തി അവർ വ്യക്തമാക്കുകയാണ്. അതിനിടെയാണ് ഇന്ന് പോലീസ് ഈ പ്രതിഷേധം നടത്തുന്നവരെ തടഞ്ഞത്. കുടിൽ കെട്ടിയും കഞ്ഞിവെച്ചുമൊക്കെയുള്ള സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ സുർജിത് അയ്യപ്പത്തും സമീർ സി മുഹമ്മദും തത്സമയ വിവരങ്ങളുമായുണ്ട്. ഇനി സമീർ സി മുഹമ്മദിലേക്കാണ്. സമീർ, ഏറ്റവും പ്രധാനമായി പുനരധിവാസം ഒട്ടും മുന്നോട്ട് പോകുന്നില്ല. ഇപ്പോഴും വാടക വീട്ടുകളിൽ കഴിയേണ്ടുന്ന അവസ്ഥയിലാണ് എന്ന് പറയുന്നു. മറ്റൊന്ന്, ഇടയ്ക്കിടെ പുറത്തിറക്കുന്ന പട്ടിക, ഇപ്പോൾ രണ്ടാം പട്ടികയാണ് പുറത്തിറക്കിയിട്ടുള്ളത്, രണ്ടാമത്തെ കരട് പട്ടിക. അതിലുള്ള അവരുടെ അതൃപ്തി, അങ്ങനെ ആകെ ഒരു അനിശ്ചിതാവസ്ഥ എന്നുള്ളതിനെതിരെയുള്ള പ്രതിഷേധമല്ല ഇപ്പോൾ അവിടെ നടക്കുന്നത്. ദുരന്തം നടന്ന് 7 മാസം പിന്നിടുമ്പോഴും ഇതുവരെ ഒരു അന്തിമ പട്ടിക പോലും പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന സ്വാഭാവികമായുള്ള ചോദ്യം ഉയരുകയാണ്. ആ ഒരു ചോദ്യമാണ് ഈ ദുരന്ത ബാധിതർ ഉന്നയിക്കുന്നത്. ആ വിഷയത്തിലൊക്കെ തന്നെ ഒരു പരിഹാരം തേടിക്കൊണ്ടാണ് അവർ ഇന്ന് കുടിൽ കെട്ടി സമരവുമായി മുന്നോട്ട് പോകുന്നത്. അതിനുള്ള ആ പ്രകടനം പക്ഷേ പോലീസ് തടഞ്ഞു. ഇപ്പോൾ അവർ കഞ്ഞി വെച്ചുകൊണ്ട് സമരം നടത്തുകയാണ്. ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് വന്നുകൂടി ഈ ഇരകളായവർ നിരവധി ഈ ഭാഗങ്ങളായിട്ട്, അതായത് വിവിധ ഭാഗങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നു, കുടുംബങ്ങളിൽ കഴിയുന്നു, ഒപ്പം തന്നെ ലയങ്ങളിൽ കഴിയുന്നു. ഇങ്ങനെ വിവിധ ഇടങ്ങളിലായിക്കൊണ്ട് വലിയ ദുരന്തം പേറിക്കൊണ്ടാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. ആ വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം തേടിക്കൊണ്ടാണ് അവർ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടുകയും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഈ പ്രതിഷേധം പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് അവിടെ ഒരു തുടർ നടപടി എന്നുള്ളത് സംബന്ധിച്ച് ജനശബ്ദത്തിന്റെ സമര നേതാവ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ പോലീസ് ഈ സമരം തടഞ്ഞിരിക്കുന്നു, പ്രതിഷേധം തടഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് നിങ്ങളുടെ തുടർ നടപടികൾ? ഞങ്ങൾ ഷെഡ് കെട്ടി സമരം ചെയ്യുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ പോലീസ് ഞങ്ങളുടെ മുമ്പിൽ എന്തിനു വേണ്ടി ഞങ്ങളുടെ ഭൂമിയിൽ പോയി കുടിൽ കെട്ടുന്നതിന് പോലീസ് തടയുന്നേ? ഇവർ പറയുന്നു അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന്. എന്നാ വീടിന്റെ ലിസ്റ്റിൽ വരണ്ടേ? ഞങ്ങളെ വീട് അവിടെ ഉപയോഗയോഗ്യമല്ല, വാസയോഗ്യമല്ല എന്ന് പറയുന്നു. ആ ഭൂമിയെ വാസയോഗ്യമല്ല എന്ന് പറയും. എന്നാൽ ഞങ്ങളുടെ ഒക്കെ ലിസ്റ്റ് വരണ്ടേ? അത് വരുന്നില്ല, ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നില്ല, അങ്ങോട്ട് പോകാനും പാടില്ല. എന്ത് ന്യായ നിങ്ങൾ നോക്കി? ഞങ്ങൾ പോയിരിക്കും. ഞങ്ങൾക്കൊന്നും ഒന്നുമല്ല ഇപ്പോൾ. കാരണം ഒന്നുമല്ലാതെ റോട്ടിൽ കിടക്കുന്ന ആൾക്കാരെ എൻ്റെ നാട്ടുകാർ മുഴുവൻ എന്ത് പോലീസ്, ഇവർ പോലീസിനെ വെച്ച് തടയട്ടെ. ഞങ്ങളുടെ സമരമായിട്ട് പോകും. ലിസ്റ്റ് മുഴുവനായും പ്രഖ്യാപിക്കുന്നത് വരെ ലിസ്റ്റ് മുഴുവനായും പ്രഖ്യാപിച്ച് സർക്കാർ തന്ന വാഗ്ദാനങ്ങൾ പാലിച്ചാൽ മതി. ഞങ്ങൾക്ക് പുതിയതായ ഒരാവശ്യമില്ല. ഞങ്ങൾ ആവശ്യപ്പെടേണ്ട ആൾക്കാരല്ല. ഞങ്ങൾ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായി തകർന്നു കിടക്കുന്ന ആളുകളാ. ഞങ്ങൾക്ക് എന്ത് ഇനി ആവശ്യം? നോക്കി നിങ്ങൾ, സർക്കാർ പല മാനദണ്ഡങ്ങളാണ് ഞങ്ങൾക്ക് വീട് തരാനൊക്കെ. പക്ഷെ ഞങ്ങളെ കാണിച്ച് പണം പിരിക്കുമ്പോൾ ഒരു മാനദണ്ഡം ഉണ്ടായിട്ടില്ല. ഖജനാവിലേക്ക് പണം വാരിക്കൂട്ടുക, അതിന് ഒരു മാനദണ്ഡവും ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് വീട് തരാൻ മാനദണ്ഡം, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരാൻ മാനദണ്ഡം. നോക്കി നിങ്ങൾ, ഇത് കയ്യിലായതിനു ശേഷം മാനദണ്ഡം, അതുവരെ മാനദണ്ഡം ഇല്ല. കയ്യിലാകുന്നവരെ 10 സെന്റ് ഭൂമിയാ വീടാ. ഇപ്പോൾ 10 സെന്റ് ഭൂമിയില്ല, 5 സെന്റ് ഭൂമിയാ. പാവപ്പെട്ട ഞങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയവരെ കുറേ ആളുകളുണ്ട്. ആരും ഇല്ലാതെ, അച്ഛനും അമ്മയും ഏട്ടനും അനിയനും ഒക്കെ നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ടു പോയ 16 കുട്ടികളുണ്ട്. അവർക്ക് ജോലി നൽകാമെന്ന് നമ്മുടെ റവന്യൂ മന്ത്രി പറഞ്ഞതല്ലേ? നൽകിയ ഒരു കുട്ടിക്ക് നൽകി, ഒറ്റ കുട്ടിക്കാണ് നൽകിയത്. അവർക്ക് ജോലി നൽകിയില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയാ പറഞ്ഞത്, വേറെ ഒരാളല്ല. കേന്ദ്രത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് 10, 11, 12 വാർഡിലെ മുഴുവൻ ആളുകളുടെ ലോൺ എഴുതി തള്ളാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആവശ്യമുള്ള ആളുകളാന്ന് ഉറപ്പല്ലേ? അപ്പം ഞങ്ങൾ ആവശ്യമുള്ള ആളുകളാണ്. അപ്പം ഞങ്ങൾക്ക് ഇനി കേന്ദ്രം സഹായിക്കേണ്ട, സംസ്ഥാന സർക്കാർ സഹായിക്കേണ്ട, ഒരാളുടെ നികുതി പണത്തിന് ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് വേണ്ടി പിരിച്ചെടുത്ത പണത്തിൻ്റെ പകുതി പൈസ മാത്രം മതി. എന്നാൽ തന്നെ ഞങ്ങളെ 1500 കുടുംബത്തെയും പുനരധിവസിപ്പിക്കുക. ഞങ്ങളുടെ ലോണുകൾ എഴുത്തള്ള 800 കോടി രൂപയില്ലേ? 1000 ആൾക്ക് വീട് വെക്കാൻ എത്ര സെന്റ് സ്ഥലം വേണ്ടി വരും? 100 ഏക്കർ സ്ഥലം വേണം. 100 ഏക്കറിന് വയനാട്ടിലെ വില അനുസരിച്ച് 100 കോടിയിൽ മേലാവല്ലോ. ഏറ്റവും വലിയ വില 100 കോടി പ്ലാന്റേഷൻ ഭൂമിക്ക്. ഈ 100 കോടി മതി ഞങ്ങൾക്ക് ഭൂമി എടുക്കാൻ. വീട് തരാൻ 1011 സന്നദ്ധ സംഘടനകളെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചുകൂട്ടി. മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയിട്ട് ആ യോഗത്തിൽ ഇവർ പങ്കെടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ 1011 വീട് കൊടുക്കാൻ തയ്യാറാണെന്ന്. അവരോട് ചോദിച്ചു 30 ലക്ഷം രൂപയാ. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരാറിന് 15 ലക്ഷം. നോക്കി നിങ്ങൾ, വീട് വെച്ച് കൊടുക്കുന്ന ആൾക്കാരോട് ഖജനാവിലേക്ക് 30 ലക്ഷം അടക്കാൻ വരാം. വീട് വേണ്ട, ഞങ്ങൾ പുറത്ത് വീട് വെച്ചോളാം എന്ന് പറയുന്ന ആളുകൾക്ക് 15 ലക്ഷം രൂപ. എന്താ ഏത് നീതിയായത്? ഇത് സർക്കാർ ഞങ്ങളെ 2 തട്ടിലാക്കി. പല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഈ നാട്ടുകാരും ആരും അറിയാത്തൊരു വ്യക്തി കോടതിയിൽ പോയിരിക്കുക. എന്നിട്ട് 1.25 കോടി രൂപ ചോദിച്ച് ഞങ്ങൾക്ക് കോടതിയിൽ പോകാൻ പോലുള്ള ഒരു സംവിധാനം നിരസിച്ചു.
അനുജ, വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ അതെ, പരിഹാരം വേണം എന്നാവശ്യപ്പെടുകയാണ്. കുടിൽ കെട്ടി സമരം, കഞ്ഞിവെച്ചുള്ള സമരം, അങ്ങനെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്.